പ്രിയപ്പെട്ട എൻ്റെ വിദ്യാർത്ഥികളെ, നമ്മൾ ക്ഷണം സ്വീകരിച്ചെത്തിയ എൻ്റെ പ്രിയ രക്ഷിതാക്കളെ, പെരിന്തൽമണ്ണ ഇലക്ട്രോ നല്ലൊരു സന്തോഷത്തിൻ്റെ നിമിഷത്തിലാണ് നിൽക്കുന്നത്. ആ സന്തോഷത്തിലേക്കാണ് നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നത്. കഴിഞ്ഞ 5 വർഷമായി പെരിന്തൽമണ്ണ ഇലക്ട്രോ ITI ദേശീയ തലത്തിൽ നടന്ന ട്രേഡ് ടെസ്റ്റുകളിൽ എല്ലാ 1ാം റാങ്കും ഇലക്ട്രോ ITIയിലെ വിദ്യാർത്ഥികളാണ് നേടിയെടുത്തിട്ടുള്ളത്. ആ വിജയത്തിളക്കം നാം ആഘോഷിക്കുന്നതോടൊപ്പം തന്നെ ഇലക്ട്രോ എഡ്യൂക്കേഷൻ ഡിവിഷന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന 3 ടെക്നിക്കൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് നമുക്കുള്ളത്. ഒന്ന് ഇലക്ട്രോ ITI, ഒന്ന് ETC, ഒന്ന് വണ്ടൂരുള്ള MEI. ഈ 3 ടെക്നിക്കൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും ഈ വേദിയിൽ വെച്ച് നമ്മൾ നടത്തുന്നതായിരിക്കും. ഏത് വിദ്യാർത്ഥിയുടെ വിജയത്തിന്റെ പുറകിലും അധ്യാപകന്റെയും രക്ഷിതാവിന്റെയും കഴിവ് പരിപൂർണമായി ഉണ്ടെങ്കിൽ മാത്രമേ ഒരു വിദ്യാർത്ഥിക്ക് തന്റെ ലക്ഷ്യം നേടാനാവൂ. നാം പാതി ദൈവം പാതി എന്ന് നാം പറയുന്നതോടൊപ്പം തന്നെ ഒരു ദൈവത്തിന്റെ വരദാനമായിട്ടാണ് മാതാപിതാ ഗുരു ദൈവം എന്ന് പറയുന്ന ഒരു ആത്മവാക്യം നാം എല്ലാം ഉച്ചരിക്കാറുള്ളത്. അധ്യാപകനും രക്ഷിതാവും ദൈവത്തിലേക്ക് എത്താനുള്ള ഒരു മാർഗമായിട്ടാണ് ഒരു വിദ്യാർത്ഥി കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ സുദിനത്തിൽ ഉന്നത വിജയത്തിലേക്ക് മുന്നോട്ട് കുതിക്കുന്ന നമ്മുടെ വിദ്യാർത്ഥികൾക്ക് മാർഗനിർദ്ദേശം നൽകേണ്ട രക്ഷിതാക്കൾക്കുള്ള ഒരു ചെറിയ ബോധവൽക്കരണം കൂടെ നാം ഇന്നിവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. 2009 മുതലാണ് ഇലക്ട്രോ ITI റാങ്കുകൾക്ക് തുടക്കം കുറിച്ചത്. 2009 മുതൽ ഈ 2013 വരെ നടന്ന അഖിലേന്ത്യാ ട്രേഡ് ടെസ്റ്റുകളിൽ എല്ലാം 1ാം റാങ്ക് തന്നെയാണ് ഇലക്ട്രോ ITI നേടിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ന്യൂനപക്ഷ വകുപ്പിൽ നിന്നുള്ള സ്കോളർഷിപ്പുകൾ ലഭിക്കുന്നുണ്ട്. നമ്മൾ പഠിക്കാൻ തയ്യാറായാൽ മതി. സർക്കാർ തലത്തിൽ അതിനുവേണ്ടിയുള്ള എല്ലാ വിഭവങ്ങളും ഒരുക്കി വെച്ചിട്ടുണ്ട്. ഒരു വിദ്യാർത്ഥിയുടെ പഠനത്തിന് വേണ്ടി 10,000 മുതൽ 15,000 രൂപ വരെയാണ് സ്കോളർഷിപ്പ് ലഭിക്കുന്നത്. ഇത്തരത്തിലുള്ള ഒരു മേഖലയിലാണ് ഞാനും നിങ്ങളുമെല്ലാം ഇന്ന് നിൽക്കുന്നത്. പലപ്പോഴും നമ്മുടെ രക്ഷിതാക്കൾ പറയാറുണ്ട്, ഞങ്ങൾക്ക് പഠിക്കാൻ അവസരം കിട്ടിയിട്ടില്ല, ഞങ്ങളുടെ മക്കൾക്കെങ്കിലും നല്ല വിദ്യാഭ്യാസം അല്ലെങ്കിൽ നല്ല വിദ്യ നൽകണം. അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും ടെക്നിക്കൽ വിദ്യാഭ്യാസ രംഗത്ത് ഇലക്ട്രോ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ ഒരു ആത്മസംതൃപ്തിയിലാണ് ഇവിടെ നിൽക്കുന്ന ഞങ്ങൾ ഓരോരുത്തരും. നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ പറയുന്നത് ഉന്നത വിജയത്തിൽ വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും പങ്ക് എന്നാണ്. ഉന്നത വിജയങ്ങൾ എന്ന് പറയുന്നത് വെറും തൊഴിലിന് മാത്രം കേന്ദ്രീകരിക്കുന്നതല്ല, അത് ജീവിതത്തിന്റെ വിജയം കൂടി സുനിശ്ചിതമാക്കിപ്പെട്ടുകൊണ്ടുള്ളതാണ് നമ്മുടെ വിജയങ്ങൾ എന്ന് പറയുന്നത്. പഴയ കാലത്തൊക്കെ കുറെ സർട്ടിഫിക്കറ്റുകൾ ഉണ്ടെങ്കിൽ നമുക്ക് എവിടെയും കയറി പറ്റുകയും നമുക്ക് എവിടെയും വിജയം ഉണ്ടാവുകയും എന്ന് നമുക്ക് പറയാമായിരുന്നു. പക്ഷേ ഇന്ന് വെറും സർട്ടിഫിക്കറ്റുകൾ കൊണ്ട് മാത്രം നമുക്ക് വിജയിക്കാൻ പറ്റുന്നതല്ല. സർട്ടിഫിക്കറ്റോടൊപ്പം തന്നെ നമ്മുടെ സോഫ്റ്റ് സ്കില്ലും കൂടി ഡെവലപ്പ് ചെയ്യേണ്ട ആവശ്യം നമുക്ക് അടിസ്ഥാനപരമായിട്ട് വന്നിട്ടുണ്ട്. ഏതൊരു സ്ഥാപനത്തിന്റെ ഇന്റർവ്യൂവിൽ നമ്മൾ ചെന്ന് നോക്കിക്കഴിഞ്ഞാലും പ്രധാനമായി നോക്കുന്നത് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് ഓൺലി ഫോർ ദ എൻട്രി പാസ്, എൻട്രി ടിക്കറ്റ് മാത്രമാണ്. നമുക്ക് ആ വിഷയത്തിലേക്ക് കടന്നു ചെല്ലാൻ അല്ലെങ്കിൽ ഇതിലേക്ക് പോകാനുള്ള ക്വാളിഫിക്കേഷൻ മാത്രം. പലപ്പോഴും നമുക്ക് വരുന്നത് പ്രൊഫഷൻ ഉണ്ടാകും, പക്ഷെ നമ്മുടെ പെർഫോമൻസ് ഉണ്ടാവില്ല. പല ജോലികളിൽ നിന്നും പലരും പുറകോട്ട് പോകുന്നതിന്റെ അടിസ്ഥാന ഘടകം തന്റെ കരിയറിലെ പെർഫോമൻസ് ചെയ്യാൻ പറ്റാത്ത. നമ്മളോട് തന്നെ പലപ്പോഴും ചോദിക്കും, സിവിൽ എഞ്ചിനീയറിംഗ് കോഴ്സോ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് എഞ്ചിനീയർ ആടാണ്. ആ ഒരു ചോദ്യം കേൾക്കുമ്പോൾ തന്നെ നമ്മളെ കാര്യം കഴിഞ്ഞു. നമ്മൾ ഇലക്ട്രോണിക്സ് പഠിക്കാൻ തുടങ്ങിയിട്ട് ചിലപ്പോൾ 1.5 വർഷമോ 2 വർഷമോ വീട്ടുകാരോ നാട്ടുകാരോ ഇതുവരെ ഒരു സാധനം റിപ്പയർ ചെയ്യാൻ നമ്മളെ കയ്യിൽ തന്നിട്ടുണ്ടാവില്ല. എന്താ തരാത്തത്? നമ്മളെ സംബന്ധിച്ച് ഒരു
വിശ്വാസം ഉണ്ടാവില്ല, നമ്മളെ കുറിച്ചൊരു ധൈര്യം ഉണ്ടാവില്ല. നമ്മളത് മാറ്റിയെടുക്കണം എന്നുണ്ടെങ്കിൽ കുടുംബങ്ങൾക്കും നാടുകൾക്കും ഒക്കെ കോൺഫിഡൻസ് സെറ്റ് ചെയ്യാൻ പറ്റണം. ഒരു പക്ക കോൺഫിഡൻസ്. എന്റെ മോനത് പറ്റും, എന്റെ മകനത് പറ്റും, എന്റെ മകൾക്കത് കഴിയും എന്നുള്ളൊരു വിൽ പവർ സ്വന്തം പാരന്റ്സിന് ഉണ്ടാക്കിയെടുക്കണം. അതിനാണ് നമ്മൾ വിദ്യാഭ്യാസ രംഗത്ത് നമ്മുടെ സോഫ്റ്റ് സ്കിൽ ട്രെയിനിങ് എന്ന് പറയുന്ന ഒരു ഭാഗം നമ്മൾ മാറ്റിവെക്കുന്നത്. നമ്മൾ ഏത് വിഷയത്തെയും നമ്മൾ എങ്ങനെയാണ് അഭിമുഖീകരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. നമ്മൾ അഭിമുഖീകരിക്കുന്നത് പലപ്പോഴും നമ്മളെ നെഗറ്റീവ് എനർജിയിൽ നിന്നാണ് നമ്മൾ പലതിനെയും അഭിമുഖീകരിക്കുന്നത്. ഒരു മനുഷ്യനെ സംബന്ധിച്ച് പറഞ്ഞാൽ നെഗറ്റീവ് എനർജിയും ഉണ്ട്, പോസിറ്റീവ് എനർജിയും ഉണ്ട്. നെഗറ്റീവ് എനർജി എന്ന് പറഞ്ഞാൽ നമ്മളായിട്ട് ഒരു ജോലി ചെയ്യേണ്ട ആവശ്യമില്ല. അതേസമയം പോസിറ്റീവ് എനർജി നമ്മൾ ഇന്ന് ഡെവലപ്പ് ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ 100% നമ്മൾ തയ്യാറായിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ സജ്ജമായിക്കൊണ്ടിരിക്കണം. ഒരു ചെറിയ കുട്ടി സ്കൂൾ വിട്ട് 5 മണിക്ക് വീട്ടിൽ തിരിച്ചെത്തിയില്ലെങ്കിൽ ഒരു മാതാവ് ആദ്യമായി ചിന്തിക്കുന്നത് 5 മണിക്ക് ശേഷം എന്റെ കുട്ടി വീട്ടിലെത്തിയിട്ടില്ലെങ്കിൽ ആദ്യം ചിന്തിക്കുന്നത് എന്താ? വല്ല ആക്സിഡന്റും പറ്റിയോ, എന്റെ കുട്ടിക്ക് എന്തെങ്കിലും പറ്റിക്കണോ? അല്ലാതെ എന്റെ കുട്ടി വരും എന്നുള്ള പ്രതീക്ഷയല്ല, എന്തോ പറ്റിക്കണോ. ഇതാണ് നമ്മളുടെയൊക്കെ ഒരു മാതാവിന്റെ മനസ്സിൽ നിന്നുണ്ടാവുന്നത്, അല്ലെങ്കിൽ ഒരു രക്ഷിതാവിന്റെ മനസ്സിൽ നിന്നുണ്ടാവുന്നത്. തന്റെ കുട്ടിക്ക് വല്ല റാങ്കും കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് രക്ഷിതാവിന്റെ അടുത്തേക്ക്, വാപ്പാന്റെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പ എനിക്ക് ഫസ്റ്റാന്ന് പറഞ്ഞാല് എനക്ക് ഫസ്റ്റാണോ ചിലപ്പോ തിരിഞ്ഞോക്കും കൂടിയില്ല. കാരണം ഉള്ളിന്റെ ഉള്ളിൽ ആ സ്നേഹമുണ്ട്, വാപ്പാക്ക് ഉള്ളിന്റെ ഉള്ളിൽ സ്നേഹമുണ്ട്. പക്ഷെ വാപ്പാന്റെ ആ ദർജയിൽ ഇങ്ങനെ നിൽക്കുക. ഒരിക്കലും കീപ്പിട്ട് വന്ന് എന്റെ കുട്ടിനൊന്ന് കെട്ടിപ്പിടിക്കാനോ, ഒന്ന് കൈ കൊടുക്കാനോ, ഒരു ഷൈക്കാൻഡ് കൊടുക്കാനോ, ഒരു ചെറിയൊരു ഒരു പെണ്ണെങ്കിലും വാങ്ങിച്ചു കൊടുക്കാനോ ഒരു പാരന്റും തയ്യാറാണ്. അപൂർവങ്ങളായ പാരന്റ്സുകൾ മാത്രമാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. പലപ്പോഴും ഈ ഇരിക്കുന്ന വിദ്യാർത്ഥികളുടെ ഒക്കെ മനസ്സിലുണ്ട് രക്ഷിതാക്കന്മാരുടെ സ്നേഹം ഒന്ന് കിട്ടണമെന്നുള്ളത്. അതിന് രക്ഷിതാക്കന്മാരെ ഞാൻ കുറ്റപ്പെടുത്തുകയല്ല, കാരണം നിങ്ങൾ സ്നേഹിക്കുന്നുണ്ട്, പക്ഷെ അത് പലപ്പോഴും നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ മാത്രമാണ്. പക്ഷെ നമുക്ക് വേണ്ടത് അറിഞ്ഞുകൊണ്ടുള്ള ഒരു സ്നേഹമാണ് നമുക്കുണ്ടാവേണ്ടത്. പ്രിയ രക്ഷിതാക്കളെ, നിങ്ങൾ നോക്കണം, നമ്മുടെ മക്കളുടെ വിജയത്തിന്റെ പുറകിൽ നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ പരിശ്രമവും തന്നെയാണ്. ഏതൊരു കുട്ടിയുടെയും വളർച്ചയ്ക്കുള്ള അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കി കൊടുക്കാനുള്ള പ്രധാന ഘടകം എന്ന് പറയുന്നത് ഒരു കുടുംബാന്തരീക്ഷം നിന്നാണ്. ആദ്യത്തെ പാഠശാല എന്ന് പറയുന്നത് മാതാവിന്റെ മടിത്തട്ടാണ്. ഒരു മാതാവിന്റെ മടിത്തട്ടിൽ നിന്നാണ് ആദ്യത്തെ കുട്ടികളുടെ ആദ്യത്തെ സെഗ്മെന്റ് ആരംഭിക്കുന്നത്, തന്റെ വിവരശേഖരണം തുടങ്ങുന്നത്. പ്രൊഫസർ APJ അബ്ദുൽ കലാം സാർ പറഞ്ഞു, ഒരാളുടെ മനസ്സുണ്ടായാൽ മതി അദ്ദേഹത്തിന് വിവരങ്ങൾ താനേ വന്നു ചേരുമെന്ന്. എങ്ങനെയാണ് ആ വിവരം വന്നു ചേരുന്നത്? നമ്മളൊക്കെ മനസ്സിലാക്കുന്നുണ്ട്, ഒരു 9 മാസവും 10 ദിവസവും കഴിഞ്ഞിട്ടാണ് ഞാനും നിങ്ങളൊക്കെ ഈ ഭൂമി മലയാളത്തിൽ എത്തിയിട്ടുള്ളത്. ഈ 9 മാസവും 10 ദിവസവും കഴിഞ്ഞ് വന്ന ഒരു കുട്ടിക്ക് ആദ്യത്തെ 15 ദിവസം എന്ന് പറഞ്ഞാൽ ഔട്ട് ഓഫ് റേഞ്ചാ, ഒരു വിവരം ഉണ്ടാവില്ല. കുട്ടി ഉമ്മാന്റെ അടുത്ത് അവിടെ ഇങ്ങനെ കിടക്കും. ഈ കിടക്കുന്ന സമയത്താണ് നമ്മളെ ബന്ധുക്കൾ ഈ കുട്ടിയെ നോക്കിയിട്ട് ഇങ്ങനെ പറയുന്നതാണ്, കുട്ടിന്റെ ചേക്കാരെ തിരിഞ്ഞറിഞ്ഞിക്കണു. കുട്ടിക്ക് ആ നേരത്തെ ചേക്കാര് എന്ത് വാപ്പ എന്ത് ഉമ്മ, കുട്ടിക്ക് നോ കോംപ്രമൈസ്, ഒരു അന്തമല്ലാത്ത സമയം. പക്ഷേ ശാസ്ത്രം പറയുന്നു, കുട്ടി തന്റെ 15ാമത്തെ ദിവസം മുതൽ അദ്ദേഹം ആ കുട്ടിയുടെ വിവരശേഖരണം തുടങ്ങുന്നു. 5 മേഖലയിലൂടെയാണ് ഒരു കുട്ടിയുടെ വിവരശേഖരണം തുടങ്ങുന്നത്. പലപ്പോഴും നമ്മുടെ അമ്മമാര് ഒരു ആശുപത്രിയിൽ നിന്ന് പ്രസവം കഴിഞ്ഞ് പുറത്തിറങ്ങി ഒരു ചാർട്ട് കൊടുക്കും, കുട്ടികളുടെ വളർച്ചാശാസ്ത്രം എന്ന് പറയുന്ന ഒരു ചാർട്ട്. അത് നമ്മൾ BCGക്കോ കുത്തിവെപ്പിനോ മാത്രമുള്ളതാണെന്ന് കരുതി നമ്മൾ എടുത്തു കളയും. പക്ഷെ നമ്മൾ നോക്കണം, ഓരോ മാസത്തിലും നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാകാവുന്ന വളർച്ചയിലെ വ്യത്യാസങ്ങൾ. ഓരോ മാസവും നമ്മുടെ കുട്ടികൾ വളർന്നു വരും, സ്വഭാവത്തിലും പെരുമാറ്റത്തിലുമൊക്കെ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ 5 മേഖലയിലൂടെയാണ് നമുക്ക് കൃത്യമായിട്ടുള്ള വിവരശേഖരണം വരുന്നത്. ആദ്യം വരുന്ന വിവരശേഖരണം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതലായിട്ട് വരുന്നത് 60% കേൾവിയിലൂടെയാണ്. കേൾവിയിലൂടെയാണ് നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് വിവരശേഖരണം തുടങ്ങുന്നത്. നമ്മുടെ ഈ പറയുന്ന ചെറിയ കുട്ടിക്ക് തന്റെ വിവരശേഖരണത്തിന്റെ ആദ്യ ഭാഗം എന്ന് തുടങ്ങുന്നത് നമ്മുടെ കേൾവിയിലൂടെയാണ്. പിന്നീട് ആ കുട്ടിക്ക് വരുന്നത്, രണ്ടാമത്തത് വരുന്നത് കാഴ്ച എന്ന് പറയുന്നൊരു ഭാഗമാണ്, കാണുക എന്നുള്ളൊരു ഓപ്ഷൻ.
അപ്പൊ നമ്മളെ വീടിനെ സംബന്ധിച്ച് പറഞ്ഞാൽ നമ്മൾ കേൾപ്പിച്ചു കൊടുക്കുന്ന വിവരങ്ങളാണ് കുട്ടിയുടെ ആദ്യത്തെ വിവരശേഖരണത്തിൽ വരുന്നത്. രണ്ടാമത് വരുന്നത് നമ്മുടെ കാഴ്ച എന്ന് പറയുന്നൊരു ഭാഗം, കുട്ടി കാണുന്ന വിവരങ്ങൾ. പലപ്പോഴും നമ്മളെ വീട്ടിലുണ്ടാവും നമ്മളെ കുട്ടികളോട് കുറച്ച് മുതിർന്നു കഴിഞ്ഞാൽ നമ്മൾ പറയുന്നതാണ് കുട്ടിനോട് നുണ പറയരുതേ എന്ന് പറയും. കുട്ടിയോട് എന്താ പറയാ? നുണ പറയരുതേ എന്ന് പറയും. നുണ പറഞ്ഞാൽ പടച്ചോൻ ശിക്ഷിക്കും എന്ന് പറയും, അല്ലെങ്കിൽ ദൈവം കോപിക്കും എന്നൊക്കെ പറഞ്ഞു വരും. ഈ സമയത്താണ് വീട്ടിലേക്ക് ഒരു ഫോൺ വരിക. എന്താണ്? കാലിതാക്കുണ്ടോ എന്ന് വെച്ചിട്ട് ഒരു ഫോൺ വന്നു. അപ്പൊ നമ്മളെ മൊബൈലിന്റെ ഡിസ്പ്ലേയിൽ ഇങ്ങനെ എഴുതി കാണിച്ചിട്ടുണ്ടാവും ആരാ വിളിക്കുന്നത്? ഇപ്പൊക്കെ വിളിക്കുന്നു. നേരെ കെട്ടിയോട് ചോദിക്കും എന്താണ്? ഉമ്മ ചോദിക്കുന്നു എന്താണ്? ഇത് അങ്ങോട്ട് നോക്കി, നിങ്ങളെ വിളിക്കുന്നത് കാലിതാക്കിയാണ്. അപ്പൊ മൂപ്പരെന്താ പറയും? ഞാൻ ഇവിടെ ഇല്ലാന്നിട്ട് പറഞ്ഞളാ. അപ്പൊ ഈ സ്വാഭാവികമായിട്ടും പറയും. അപ്പൊ അതിന് ബുദ്ധി ഉപയോഗിക്കും. എന്താണ്? മൂപ്പര് മൊബൈല് മറന്നിച്ച് പോയിക്കാണ്. കാരണം പുതിയ ടെക്നിക്കാണ്, നല്ല ബുദ്ധിയാ. മൂപ്പര് മൊബൈല് മറന്നിച്ച് പോയതാണ്. മൂപ്പര് ഇവിടെ എല്ലാം അപ്പോൾ പുറത്തേക്ക് പോയിട്ടുള്ളൂ, വന്നാ ഞാൻ പറയാം. സ്വാഭാവികമായും അവിടെ ഇരിക്കുന്ന കുട്ടി തിയറി എന്താ കിട്ടിയിരിക്കുന്നത്? നുണ പറയരുത്, നുണ പറഞ്ഞാൽ പടച്ചവും ശിക്ഷിക്കും, അല്ലെങ്കിൽ ദൈവം കോപിക്കും. പ്രാക്ടിക്കലായിട്ട് വാപ്പിയും എന്താ പഠിപ്പിച്ചു കൊടുക്കുന്നത്? കുറച്ചൊക്കെ ആവാം. കുട്ടി തുടങ്ങി തന്റെ ഒബ്സർവേഷന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാണ് ഞാൻ പറഞ്ഞത്. ആദ്യത്തെ പാഠശാല മാതാവിന്റെ മടിത്തട്ടാണ്. രണ്ടാമത്തെ പാഠശാലയാവുന്നേ ഉള്ളൂ. നമ്മൾ സ്കൂളാണ് നമ്മളെ ഇവിടെ പറഞ്ഞത് രണ്ടാമത്തെ മാതാവ്. സ്കൂളിൽ നിന്നാണ് രണ്ടാമത്തെ മാതാവ് അഥവാ അധ്യാപകൻ. ആദ്യത്തെ ടീച്ചർ എന്ന് പറയുന്നത് മാതാവാണ്. പലപ്പോഴും ക്രൂരമായ ഒരു ഭർത്താവിന്റെ ചീത്ത കേൾക്കുന്നത് പലപ്പോഴും ഭാര്യമാർക്കാണ്. കാരണം എന്താ പറയാ? എടി അന്റെ കുഴപ്പാണ്, അതാണ് ആ ചെറുക്കൻ ആകെ കേടുന്നത്, ആ കുട്ടിനെ കേടെടുത്തത് ഇയാണ്. ഇത് പറയാനുള്ള കാരണം മാതാവിന്റെ മടിത്തട്ടിനാണ് കുട്ടിയുടെ ആദ്യത്തെ വിവരശേഖരണം തുടങ്ങുന്നത്. അപ്പൊ നമ്മൾ കൊടുക്കുന്ന കേൾവികൾ, നമ്മൾ കൊടുക്കുന്ന കാഴ്ചകൾ, ഈ രണ്ട് കാര്യവും നമ്മൾ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മൾ വീട്ടിൽ നിന്ന് ഒരിക്കലും നമ്മുടെ മക്കളുടെ ഇടയിൽ നിന്ന് നമ്മൾ ഇത്തരത്തിലുള്ള എന്ത് കാര്യവും നമ്മൾ ഉപയോഗിക്കരുത്. കാരണം ഞാൻ എന്റെ വിദ്യാർത്ഥികളെ ഇരുത്തിക്കൊണ്ട് തന്നെയാണ് പറയുന്നത്. കാരണം അവരുടെ മനസ്സിൽ ഒരുപാട് കാര്യങ്ങൾ, അവർ ഇത്തരം കാര്യങ്ങൾ ഈ പറയുന്ന എന്നോടും പലരോടൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. കാരണം വീട്ടിൽ നിന്ന് കിട്ടുന്ന വിവരമാണ് കുട്ടിയുടെ അടിസ്ഥാനപരമായി ആദ്യത്തിൽ കിട്ടുന്നത്. മറ്റൊരു ഭാഗം എന്ന് പറയുന്നത് തന്റെ കുട്ടിയുടെ എഴുത്തിലൂടെ. എഴുത്താണ് അടുത്ത ഭാഗം എന്ന് പറയുന്നത്. കുട്ടി തന്റെ വിദ്യാഭ്യാസ രംഗത്ത് വീട്ടിൽ നിന്ന് എഴുതി പഠിക്കുന്നത്. ആദ്യം പഠിക്കുന്നു അമ്മ, അല്ലെങ്കിൽ അലിഫ്, അല്ലെങ്കിൽ ഏതാണോ ആ അക്ഷരം എന്നുള്ളത്, അക്ഷരത്തെ അവിടെ കൃത്യമായിട്ട് അവിടെ എഴുതി പഠിപ്പിക്കുന്നു. പലപ്പോഴും നമ്മുടെ അമ്മമാരാണ് ഈ കർമ്മം നിർവഹിക്കാറുള്ളത്. കൈ പിടിച്ചതിന് ശേഷം കൃത്യമായി എഴുതി പഠിപ്പിക്കും. കൃത്യമായി എഴുതിയിട്ട് അക്ഷരങ്ങളെ പഠിപ്പിക്കുന്നു. ഇവിടെയാണ് നിങ്ങൾ അച്ഛനും അമ്മയും അല്ലെങ്കിൽ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ മക്കളെ എഴുതി പഠിപ്പിക്കുമ്പോൾ ഏത് വിവരമാണോ നമ്മൾ അവരിലേക്ക് അഡാപ്റ്റ് ചെയ്യിപ്പിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ആ ഭാഗമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അവരിലേക്ക് അഡാപ്റ്റ് ചെയ്ത് തരേണ്ടത്. അത്തരത്തിലൊരു ഭാഗം നമ്മൾ അഡാപ്റ്റ് ചെയ്ത് കൊടുത്താൽ മാത്രമേ ഇത്തരം കാര്യങ്ങൾ കുട്ടികളിലേക്ക് നമുക്ക് കൃത്യമായി നമുക്ക് എത്താൻ പറ്റൂ. ഇതാണ് നമ്മുടെ എഴുത്തെന്ന് പറയുന്ന ഭാഗത്തിലേക്ക് പ്രധാനമായി നമുക്ക് വരുന്നത്. എഴുത്തെന്ന് പറയുന്ന ഭാഗം. മറ്റൊരു ഭാഗം നമ്മൾ പറയുന്നത് വായന എന്ന് പറയുന്നത്. നമ്മുടെ വായന എന്ന് പറയുന്ന സംസ്കാരം ശരിക്ക് കൃത്യമായി ഉണ്ടായിരിക്കണം. വായന എന്ന് പറയുന്ന ഭാഗവും ഇതിന്റെ ഭാഗമാണ്. ഈ 4 ഭാഗമാണ് പ്രധാനമായിട്ടും നമ്മൾ വരുന്നത്. ആദ്യം കേൾവി, രണ്ടാമത് പറയുന്നു കാഴ്ച, 3 എഴുത്ത്, 4 വായന. 5ാമതായിട്ട് വരുന്നൊരു ഭാഗമാണ് സംസാരം. ഏതൊരു വ്യക്തിയുടെയും വിവരശേഖരണത്തിന്റെ ഏറ്റവും കാതലായ സബ്ജക്ട് എന്ന് പറയുന്നത് സംസാരമാണ്. നല്ല സംസാരം നമുക്ക് സംസാരിക്കാൻ പറ്റണം. നമ്മുടെ മനസ്സിലുള്ള ആശയങ്ങളെ മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റണം. എപ്പോഴും നമ്മൾ സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് മറ്റൊരാൾക്ക് അല്ലെങ്കിൽ മറ്റുള്ളവന് ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ അവന്റെ മനസ്സറിഞ്ഞുകൊണ്ട് നമുക്ക് സംസാരിക്കാൻ പറ്റണം. അപ്പോഴാണ് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഭാഗം വിജയിക്കുകയുള്ളൂ. അപ്പൊ ഈ 5 മേഖലയെ കുറിച്ച് തിരിച്ചറിഞ്ഞുകൊണ്ട് രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ഒരുമിച്ചുള്ള ഒരു മുന്നേറ്റമാണ് നമുക്ക് വേണ്ടത്. റിവാർഡുകളും സർട്ടിഫിക്കറ്റും തയ്യാറായിട്ടുണ്ട്. നമ്മുടെ ക്ലാസ്സിന് ശേഷം നമ്മൾ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തതിനു ശേഷം ദേശീയ ഗാനവും കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ ഹാള് വിട്ടു പോകാൻ പാടുള്ളൂ എന്ന് മാത്രം നിങ്ങളോട് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.